നമസ്കാരം. ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി എം.ആർ. ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രത്തിന്റെ ദശാകാലങ്ങളും അതിന്റെ പരിഹാരങ്ങളും ഒക്കെയും പറഞ്ഞിരുന്നു. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇന്ന് ഞാൻ പറയുന്നത് ഭരണി നക്ഷത്രത്തിന്റെ ദശാകാലങ്ങളാണ്. കടന്നുപോകുന്ന സഞ്ചാരപഥങ്ങൾ, ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഭരണി നക്ഷത്രത്തിനെ സ്വാധീനിക്കുന്നത്, അതിനെന്തൊക്കെയാണ് ആ കാലങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട ദോഷപരിഹാരങ്ങൾ, അതാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പം ഭരണി നക്ഷത്രം ജനിക്കുന്നത് ശുക്രദശയിലാണ്. 20 വർഷമാണ് ശുക്രദശ അവർക്ക് ലഭിക്കുന്നത്. പക്ഷേ ഓരോ പാദങ്ങളും നക്ഷത്രത്തിന്റെ ദശാകാലങ്ങൾ മാറ്റങ്ങൾ വരാം. കാരണം 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം, 4-ാം പാദം, ഇങ്ങനെ 4 പാദങ്ങളായാണ് ഒരു നക്ഷത്രത്തിന്റെ അവസ്ഥകളെ വിവക്ഷിക്കുന്നത്. അപ്പോൾ ആ പാദങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് നമുക്ക് ആദ്യത്തെ ജന്മദശ ലഭിക്കുന്നതിന്റെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കും. 1-ാം പാദമൊക്കെ ആണെങ്കിൽ 20 വർഷം തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. 2-ാം പാദമാണെങ്കിൽ അതിൽ കുറഞ്ഞു വരും. 3-ാം പാദം അതിൽ കുറഞ്ഞു വരും. അരഭാഗം, മുക്കാൽ ഭാഗം, കാൽ ഭാഗം, അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ 4-ാം പാദമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു 2 വർഷം 3 വർഷം ശുക്രൻ ലഭിക്കാൻ മാത്രമേ അവർക്ക് അവസ്ഥകൾ കാണത്തുള്ളൂ. അങ്ങനെയാണ്. അത് നമ്മൾ വിശദമായ ഒരു ജ്യോതിഷിയെ കൊണ്ട് നോക്കിക്കുകയോ ഒക്കെ ചെയ്ത അത് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, ഇനിഷ്യലോട് കൂടിയുള്ള നാമകരണം, ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഏത് പാദത്തിലാണ് നിങ്ങൾ ജനിച്ചതെന്ന് അറിയാൻ കഴിയും. അപ്പോൾ അത് എത്രയാണ് ആദ്യത്തെ ദശ നിങ്ങൾക്ക് ലഭിച്ചതെന്ന് നമുക്ക് അറിയാൻ കഴിയും. നിങ്ങളുടെ ജന്മദശ എന്ന് പറയുന്നത് ശുക്രദശയാണ്. ജന്മദശ മാത്രമേ കൂടിയും കുറഞ്ഞും വരികയുള്ളൂ. മറ്റുള്ള ദശകളെല്ലാം അതേപോലെ തന്നെ ആയിരിക്കും. ഇനി തുടർന്ന് വരുന്ന ദശകളൊക്കെയും അതാത് വർഷത്തെ അത്ര തന്നെ അനുഭവിക്കേണ്ടി വരും. ആരംഭ ദശ മാത്രമേ നമുക്ക് കൂടിയും കുറഞ്ഞും മാത്രമേ ഇരിക്കുകയുള്ളൂ. ശുക്രദശ എന്ന് പറഞ്ഞാൽ നല്ല ദശയാണ്. കാരണം സുഖ നക്ഷത്രമാണെന്ന് തന്നെ പറയാം. മൈത്രേയ നക്ഷത്രം, സുഖ നക്ഷത്രം എന്നൊക്കെയും പറയാം. സുഖങ്ങൾ തന്നെയായിരിക്കും ആ കാലത്ത് ലഭിക്കുന്നത്. ഇഷ്ടജനങ്ങളുമായിട്ടുള്ള സംസർഗം, ഇഷ്ടപ്പെട്ട ഭക്ഷണം ലഭിക്കുക, ഇഷ്ടപ്പെട്ട ശയനമുറി ലഭിക്കുക, കിടക്കവിരി, മെത്ത, നല്ല നല്ല ഫോം ബെഡുകൾ, ഇങ്ങനെ എന്തെല്ലാം സുഖഭോഗങ്ങളുണ്ടോ അതെല്ലാം, സുഖകരമായ ഭക്ഷണം, രുചികരമായ ഭക്ഷണം, അങ്ങനെ ഏതെല്ലാം മേഖലകളിലും സുഖങ്ങൾ ലഭിക്കുമോ, ഇഷ്ടഭോജനം, ഇഷ്ട സംസർഗം, നമുക്ക് അകന്നുപോയ ബന്ധുക്കൾ തിരികെ വരും, നമുക്ക് അടുപ്പം ഇല്ലാതിരുന്നവർ അടുത്ത് വരും നമ്മളോട്, ഭാര്യ ഭർത്താവ് ബന്ധങ്ങളാണെങ്കിൽ ഊഷ്മളത വരും. ഇങ്ങനെയൊക്കെയും ഈ ഭരണി നക്ഷത്രത്തിൽ ഈ ശുക്രദശ ജനിക്കുന്ന കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ മാതാപിതാക്കൾക്ക് ആണ് അതിന്റെ ഗുണം കൂടുതൽ ഉണ്ടാകുക. കുട്ടിയെ കഴിഞ്ഞും കൂടുതൽ കുട്ടി കുഞ്ഞല്ലേ, പക്ഷെ അതിന്റെ അനുരണനങ്ങളും അതിന്റെ പ്രദമായ കാര്യങ്ങൾ കൂടുതലും അനുഭവിക്കുക മാതാപിതാക്കള്, മറ്റു വീട്ടിലുള്ള സഹോദരി സഹോദരന്മാർ, അങ്ങനെ കുടുംബാംഗങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഏറ്റവും ഉള്ള ഒരു സമയമാണ്. മഹാലക്ഷ്മി ശുക്രദശയിൽ അങ്ങനെ അന്നപൂർണേശ്വരി, മഹാലക്ഷ്മി, അങ്ങനെയൊക്കെയും പണം, സമ്പാദ്യങ്ങള്, പിന്നെ ധനസമ്പത്തുകള്, അനേകം ഈ മൃഗങ്ങളെ വളർത്തല്, പശുക്കളെ വളർത്തല്, അതുപോലെ കൃഷി, കന്നുകാലി ലാഭം, ഇങ്ങനെ എല്ലാ തരം നന്മകളും ലാഭങ്ങളും എല്ലാം ഉണ്ടാകുന്ന ഒരു സുഖകരമായ ഒരു അവസ്ഥയാണ് ഒരു ശുക്രദശ എന്ന് പറയുന്നത്. അപ്പൊ ഇവർ ജനിക്കുന്നത് തന്നെ ഒരു നല്ല സമയത്താണ്. നല്ലൊരു ശുക്രദശയോട് കൂടിയാണ് ഇവർ ജനിക്കുന്നത്. അപ്പൊ മാതാപിതാക്കൾക്ക് അതിന്റെ ഗുണങ്ങളും നല്ല നന്മകളും ഒക്കെ ഉണ്ടാവും. ഈ കാലഘട്ടത്തിൽ ഇവർക്ക് എന്തെങ്കിലും ദശയുടെ അപകാരങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ ശുക്രന്റെ സുഖങ്ങൾ കൂടുതൽ ലഭിക്കുന്നില്ല, ആ ശുക്രദശ നീണ്ടു നിൽക്കണമെങ്കിൽ, അതേപോലെ തന്നെ അതിന്റെ സുഖ അവസ്ഥകൾ ലഭിക്കണമെങ്കിൽ അന്നപൂർണേശ്വരിയെ, മഹാലക്ഷ്മിയെ, തീർച്ചയായിട്ടും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കണം. മഹാലക്ഷ്മിയെ തന്നെയാണ് ശുക്രദശയെ വിളിക്കേണ്ടത്. ഓം ശുക്രായ നമ എന്നും ജപിക്കാം. ശുക്രന്റെ ഈ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ശുക്രന്റെ ആരാധിക്കുന്ന പൂജകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ശുക്രദശയില്. അടുത്തതായി വരുന്ന ദശ എന്ന് പറഞ്ഞാല് ആദിത്യ ദശയാണ്. ആദിത്യ ദശ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അലച്ചിലുണ്ടാകുന്ന സമയമാണ്. അലച്ചില്, അതായത് ചൂട്, കോപം, താപം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാകും. പിന്നെ ചെറിയ ചെറിയ ഈ ബാലാരിഷ്ടതകള്, അങ്ങനെയൊക്കെ ബാലാരിഷ്ടത എന്ന് പറഞ്ഞാൽ അറിയാലോ, കൊച്ചു കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, അങ്ങനെയൊക്കെ വിട്ടുമാറാത്ത രോഗമല്ല, ചെറിയ ചെറിയ രോഗങ്ങൾ, കഫക്കെട്ട്, സൈനസൈറ്റിസ്, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഈ ആദ്യത്തെ ദശയിൽ ഉണ്ടാകാം. പിന്നെ മാതാപിതാക്കൾക്ക് കുറച്ച് അലച്ചിലിന്റെ ഒരു സമയമാണ്.
ആദിത്യദശ. അപ്പോൾ ആദിത്യ ഹൃദയ സ്തോത്ര മന്ത്രം ജപിക്കുക, നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ആദിത്യനെ പൂജിക്കുക, അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് രാവിലെ എഴുന്നേറ്റിട്ട് മാതാപിതാക്കളായാലും കൂടപ്പുറപ്പുകളായാലും അല്ലെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളാരായാലും ഒരു ആദിത്യന്റെ നമസ്കരിക്കുന്നത് നല്ലതാണ്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അങ്ങനെ ചെയ്താലും ആദ്യത്തിന് ഇഷ്ടമാണ്. പിന്നെ ആദ്യത്തിന് പൊങ്കാല അർപ്പിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ആദിത്യനുള്ള കാര്യങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും. അതാണ് ഇക്കാലഘട്ടത്തിൽ പറയാനുള്ളത്. അടുത്ത ദശാകാലം ഇവർക്ക് ലഭിക്കുന്നത് ചന്ദ്രദശയാണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു മൗഢ്യഗ്രഹമാണ്. ഒരു അറിയാമല്ലോ, സൂര്യന്റെ അത്രയും ഒരു ബ്രൈറ്റ്നെസ്സും ഒരു പവർഫുൾ ഒന്നും അല്ലെങ്കിലും ചന്ദ്രദശയിൽ എല്ലാ കാര്യത്തിനും ഇവർക്കൊരു മുന്നോട്ടായിട്ടൊരു ഫോഴ്സ് കൊടുക്കേണ്ടി വരും. നിങ്ങൾ അതൊന്ന് ചെയ്തേ, ഇതൊന്ന് ചെയ്തേ, ഇങ്ങനെ നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായി വരും. ജോലിക്ക് പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ അധ്യാപനം ചെയ്യുന്നവരാണേലും അല്ല ഗൃഹനാഥനായിട്ടിരിക്കുന്ന ആളാണേലും ആരാണേലും ഈ ഒരു ഭരണി നക്ഷത്രക്കാർക്ക് ആ സമയത്ത് അവർക്ക് എല്ലാ കാര്യങ്ങളും തന്നെ സ്വയബുദ്ധിയോടെ ചെയ്യാൻ അവർക്ക് ചന്ദ്രൻ ഒരു തണുപ്പൻ മട്ടനാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ചെയ്യാനുള്ള ആഗ്രഹം ഇവർക്കുണ്ട്, അവർ ചെയ്യുകയും ചെയ്യും. പക്ഷെ എല്ലാ കാര്യത്തിനും നമുക്ക് ഇവരെ ഒരു ഫോഴ്സ് കൊടുക്കേണ്ടതായി വരും. നമ്മുടെ ഒരു ഉപദേശം, അത് ഭാര്യയാകട്ടെ അല്ലെ മാതാപിതാക്കളാകട്ടെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫോഴ്സ് കൊടുക്കണം ഈ കാലഘട്ടത്തിൽ അവർക്ക്. അങ്ങനെയാണ് ചന്ദ്രദശയെ പറ്റി പറയാൻ. ഓം ചന്ദ്രമാസേ നമ എന്ന നാമവും ജപിക്കാവുന്നതാണ്. ചന്ദ്രന് വേണ്ടി ഓം ചന്ദ്രമാസേ നമ എന്നുള്ള നാമം ജപിക്കണം. അടുത്ത് വരുന്ന ദശാകാലം എന്ന് പറഞ്ഞാൽ ചൊവ്വാദശയാണ്. ചൊവ്വാദശ എന്ന് പറഞ്ഞാൽ പിഴ എന്നും പറയും, പുര എന്നും പറയും. ഈ കാലഘട്ടത്തിൽ പുരയില്ലാത്തവരാണെങ്കിൽ ചിലപ്പം പുതിയ ഗൃഹം നിർമ്മിക്കും, അല്ലെങ്കിൽ പുതിയ മെയിൻ്റെനൻസ് പണികൾ ഇവർക്ക് ചെയ്യാം ആ കാലഘട്ടത്തിൽ. അല്ലെ പുതിയ വസ്തു വാങ്ങാം, പുതിയ വീടിൻ്റെ ഗൃഹനിർമ്മാണം ആരംഭിക്കാം. എന്തായാലും എന്തെങ്കിലും പുതിയ പുതിയ തുടക്കങ്ങൾ ഈ ചൊവ്വാദശയിൽ ഇവർക്ക് ചെയ്യുന്നതാണ്. ചൊവ്വ ഒരു പാപഗ്രഹമാണെന്ന് പറയുമെങ്കിലും കുറച്ച് വിഷമങ്ങളൊക്കെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളും കാര്യങ്ങളും മാതാപിതാക്കൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അവരുടെ ജോലിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലപ്പം ജോലിയിൽ നിന്നും മാറി നിൽക്കേണ്ടതായിട്ടുള്ള കാലഘട്ടം വരെ ഈ ചൊവ്വാദശയിൽ ഒരു ആഗ്നേയ ഗ്രഹം എന്ന് പറയും. ഒരു മനപ്രയാസം, കുടുംബാന്തരീക്ഷത്തിൽ എല്ലാവർക്കും ഒരു അസ്വസ്ഥതമായ അന്തരീക്ഷം അങ്ങനെയൊക്കെയും ഈ ചൊവ്വാദശയിൽ ഉണ്ടാകും. എന്തായാലും പക്ഷെ അതിനോടൊപ്പം തന്നെ ഗൃഹനിർമ്മാണം ആരംഭിക്കുക, അല്ലെ പുതിയ വസ്തുക്കളോ വകകളോ വാങ്ങിച്ചിടാം, അല്ലെ പുതിയ ഗൃഹത്തിന്റെ മോടി പിടിപ്പിക്കലാവാം. അങ്ങനെയൊക്കെ മെയിൻ്റെനൻസ് പണി ഞാൻ ഉദ്ദേശമല്ലോ, അല്ലെ ഒരു മംഗളകർമ്മങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ കാലഘട്ടത്തിൽ ഗൃഹത്തിൽ നടക്കാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പം ചൊവ്വായ്ക്കും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം. ദുർഗയും ഭദ്രകാളിയെയും പ്രാർത്ഥിക്കാം, ദുർഗാദേവിയെയും ഭദ്രകാളിയെയും പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ ഹനുമാൻ സ്വാമിയും പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള പൂജാവിധികളും കാര്യങ്ങളും ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ചൊവ്വാദശയുടെ അപഹാരം കുറയ്ക്കാനായിട്ട് വളരെയേറെ സഹായിക്കും. പിന്നെ വരുന്ന ഗ്രഹം എന്ന് പറഞ്ഞാൽ രാഹുറാണ്. രാഹുർ ദശ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പാമ്പ. ആ സമയത്ത് നിങ്ങൾക്ക് ആ ദശാപഹാര കാലത്ത് ഈ രാഹുർ ദശയിൽ ദശ അപഹാരം ഉണ്ടാവും. ദശാപഹാര കാലത്ത് നിങ്ങൾ ഈ സർപ്പദംശനം ഏൽക്കാതെ നോക്കണം, പാമ്പുകടി ഏൽക്കാതെ നോക്കണം, വിഷഭയം ഏൽക്കാതെ നോക്കണം. അങ്ങനെയൊക്കെയും ഉണ്ട്, ശ്രദ്ധിക്കണം. വളരെ സന്ധ്യ കഴിഞ്ഞ് നിങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് ഒക്കെ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയും ക്ഷമയും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് രാഹുർ ദശയില്. കാര്യം അറിയാതെ മനസ്സറിയാതെ ചിലപ്പോൾ അപവാദം കേൾക്കേണ്ടി വരും, മനസ്സറിയാതെ മനപ്രയാസത്തിന് അവസ്ഥ വരും, വെറുതെ ഒരു കള്ളത്തരം കേൾക്കേണ്ടി വരും, ചെയ്യാത്ത കുറ്റങ്ങൾ നിങ്ങളുടെ തലയിൽ വരേണ്ട ആവശ്യം വരും. ആരെങ്കിലും നിങ്ങളെ അങ്ങനെ ഒരു കുറ്റക്കാരാക്കാനൊക്കെ ശ്രമിക്കും. ഈ രാഹുർ ദശാകാലത്ത് ഒരു അപഹാരകാലം അത്. അപ്പോൾ ആ രാഹുർ ദശയെ നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം എല്ലാ കുടുക്ക വാങ്ങല്, പണം ഇടപാടുകൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കാരണം ഈ ഭരണി നക്ഷത്രക്കാർ വീട്ടിലുള്ളപ്പം മാതാപിതാക്കളും കുടുക്ക വാങ്ങല്, ബാങ്ക് ഇടപാടുകൾ, പൈസ സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും മിക്കവാറും കുടുക്ക വാങ്ങല. അതിനകത്തൊക്കെ നിങ്ങൾക്കൊരു അപഹാസ്യരാകാനോ അല്ലെങ്കിൽ ഒരു കള്ളത്തരം കേൾക്കേണ്ട ആവശ്യമൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് ഈ രാഹുർ ദശാകാലത്ത് അറിഞ്ഞോ അറിയാതെ ഓരോ പ്രശ്നങ്ങൾ ചെന്ന് പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ ഈ ഭരണി നക്ഷത്രക്കാരായ ആൾക്കാർ ഈ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ സൂക്ഷിക്കണം. 7 ശനി, ജന്മശനി, കണ്ടകശനി ഇങ്ങനെയുള്ള കാലങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാം. ഇനി മുൻപോട്ട് പറയുന്ന സമയത്ത് അത് ഞാൻ സൂചിപ്പിക്കുന്നതാണ് അതിനെപ്പറ്റി വിശദമായിട്ട്. ചൊവ്വാദശയിലും നിങ്ങൾ ശ്രദ്ധിക്കണം, രാഹുർ ദശയിലും നിങ്ങൾ ശ്രദ്ധിക്കണം, ശനി ദശയിലും നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. രാഹുർ ദശയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തത് പറയുന്നത് വ്യാഴദശയാണ്. അതൊരു നല്ല ദശാകാലമാണ്. 16 വർഷമാണത് വ്യാഴദശാകാലം നിങ്ങൾക്ക് വരുന്നത്. അപ്പം ആദ്യ ദശ വരുന്നത് ഞാൻ പറഞ്ഞില്ല, ആദ്യം ശുക്രദശയാണ്, 20 വർഷമാണ്. അതിൻ്റെ അടുത്ത് വരുന്നത് ആദിത്യ ദശയാണ്, 6 വർഷമാണ്. പിന്നെ വരുന്ന ചന്ദ്രദശയാണ്, 10 വർഷമാണ്. പിന്നെ വരുന്ന ചൊവ്വാദശയാണ്, ചൊവ്വയാണ്, ചൊവ്വായ്ക്ക് 7 ആണ്.
പിന്നെ വരുന്ന രാഹുറാണ് 18 വർഷമാണ്. ഇപ്പം വ്യാഴമാ പറഞ്ഞത്. വ്യാഴത്തിന് 16 വർഷമാണ് വ്യാഴം. ആ 16 വർഷവും നിങ്ങൾക്ക് നല്ല സമയമാണ്. കാര്യം ഈ ദുഃഖങ്ങൾ രാഹുൽ ദശയിൽ അനുഭവിച്ച ദുഃഖവും കോപവും താപവും എല്ലാം നിങ്ങൾക്ക് മനപ്രയാസം മാറി നല്ലൊരവസ്ഥ നിങ്ങൾക്ക് വരും. മഹാവിഷ്ണുവിനെയാണ് നിങ്ങൾ ആ സമയത്ത് കൂടുതലായിട്ടും ഭജിക്കേണ്ടത്. മഹാവിഷ്ണുവിനെ ഭജിക്കുക, ലക്ഷ്മി ദേവിയെ ഭജിക്കുക, ദുർഗാമന്ത്രം ജപിക്കുക, അഷ്ടലക്ഷ്മി സ്തോത്രം ജപിക്കുക, അതേപോലെ ലളിത സഹസ്രനാമം ജപിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഇതൊക്കെ നാരായണീയം പാരായണം ചെയ്യുക, ഭഗവത്ഗീത വായിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഉത്തമമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ്. നിങ്ങളുടെ വീടിനടുത്ത് എവിടെയെങ്കിലും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ വ്യാഴാഴ്ച തോറും പോകുന്നത് നല്ലതാണ്. വ്യാഴാഴ്ച തോറും ഭവനത്തിൽ 5 തിരിയിട്ട് നെയ്വിളക്ക് തെളിക്കുന്നത് നിങ്ങൾക്ക് അത്യുത്തമമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഭഗവാന്റെ ഈ നക്ഷത്രങ്ങളായ തിരുവോണ നക്ഷത്രത്തിനാണേലും ഒരു ക്ഷേത്ര ദർശനം നടത്തുക. നിങ്ങളുടെ പക്കപ്പിറന്നാൾ വരുന്ന ദിവസം അങ്ങനെയും നിങ്ങൾക്ക് ഈ ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്, ഭരണി നക്ഷത്രം വരുന്ന ആ ദിവസം. അടുത്ത ദശാകാലം എന്ന് പറയുന്നത് ശനിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ജന്മശനി, 7.5 ശനി, കണ്ടക ശനി, ഇതൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് വന്ന് ഭവിക്കാവുന്നതാണ്. അപ്പം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഈ അപഹാര കാലത്ത് വളരെ ശ്രദ്ധിക്കണം. ഗ്യാസ് അടുപ്പല്ലേ, ഇലക്ട്രിസിറ്റി, പല വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ തൊടുന്നതെല്ലാം താഴെ വീഴാതെ നോക്കണം. ബാത്റൂമിലൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കയറുമ്പോൾ കാല് വഴുക്കി വീഴാതെ നോക്കണം. പെട്ടെന്ന് വഴുക്കി വീഴാനുള്ള സാധ്യതയുണ്ട്, എല്ല് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ, ഷോക്ക് ഏൽക്കുക, ഗ്യാസ് കത്തിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്ഷമയും നിങ്ങൾക്ക് വേണ്ട ഒരു കാലഘട്ടമാണ് ശനി എന്ന് പറയുന്നത്. ശനി ദശയിൽ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ഞാൻ അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങളും ക്ഷമയും നിങ്ങൾക്ക് വേണം. കാര്യം ശനി വളരെ ഏറെ അപകടങ്ങൾ, ചിലപ്പോൾ അതിനകത്ത് 7.5 ശനി വരാം, കണ്ടകശനി വരാം, ജന്മശനി വരാം. അങ്ങനെ ശനിയുടെ പല അപഹാരങ്ങളും നിങ്ങൾക്ക് വന്നു ഭവിക്കാം. അതുകൊണ്ടാണ് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് എടുത്തെടുത്ത് ഞാൻ പറയുന്നത്. അപ്പൊ ശനിദശ നിങ്ങൾ ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കുക, നീലപ്പട്ട് കൊടുക്കാം ശാസ്താവിന്. അതേപോലെ തന്നെ എള്ളുതിരി, നീരാഞ്ജനം കഴിപ്പിക്കുക, എള്ളുതിരി കഴിപ്പിക്കുക. അങ്ങനെ ശാസ്താവിനെ കൂടുതലായിട്ടും ഭജിക്കുക. ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക. പിന്നെ ശനിയാഴ്ച തോറും നല്ലെണ്ണ തേച്ച് കുളിക്കുക. നല്ലെണ്ണ ദേഹത്ത് തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഭഗവാൻ പരമശിവന്റെ അടുത്ത് പോയിട്ട് ഓം നമശിവായ എന്ന് ചൊല്ലിക്കൊണ്ട് കറുത്ത വസ്ത്രം ഇട്ട് പോകുന്നത് നല്ലതാണ്. കൂടുതലായിട്ട് ശാസ്താവിനെ ഭജിക്കുക. 19 വർഷമാണ് ശനിദശ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പാലിക്കുക. അടുത്തത് വരുന്നത് ബുധദശയാണ്, ബുദ്ധികാരകനാണ്. ഓം ബുധായ നമ എന്ന് ജപിക്കുക, നവഗ്രഹ ക്ഷേത്രത്തിൽ പോവുക, അതേപോലെ ഭദ്രകാളിയെ, ദുർഗയൊക്കെ ഈ സമയത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. ബുധദശയിൽ ശിവന്റെ ക്ഷേത്രത്തിൽ പോകുന്നതും ഈ കാലത്ത് നല്ലതാണ്, ഏറ്റവും ഉത്തമമാണ്. അടുത്തത് നിങ്ങൾക്ക് വരുന്ന ദശാകാലം എന്ന് പറഞ്ഞാൽ കേതുർദശയാണ്. കേതുവിന് ഹേതു വേണ്ടെന്നാ. അപ്പൊ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊക്കെ ആ സമയത്ത് നിങ്ങൾക്ക് പിടിപെടാവുന്നതാണ്. ഈ ബുധദശയിലും ശനിദശയിലും ഒക്കെ നിങ്ങൾക്ക് വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്ന സമയമാണ് നിങ്ങൾ. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് അവശതകളും ഓരോ രോഗദുരിതങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ, ഔഷധ സേവനം നടത്തുകയോ വീട്ടിലിരുന്ന് ഈശ്വര ഭജനം നടത്തുകയോ ഒക്കെയും ഈ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം കേതുർദശയിൽ ഒരു ചീത്ത സമയങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു സമയമാണ്. അപ്പം നമ്മൾ 120 വയസ്സ് വരെയാണ് നമ്മൾ ഗണിക്കുന്നത്, ഈ നക്ഷത്രത്തെ പറ്റി ഗണിക്കുമ്പോൾ ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവശതയും ദുഃഖങ്ങളും രോഗങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ, വയസ്സ് എന്നൊരു സമയമല്ലേ. അപ്പം അങ്ങനെ ആ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാലും കുടുംബാംഗങ്ങൾ നിങ്ങൾക്ക് ആ കേതുദശയിൽ ഈശ്വര ഭജനം നടത്തുന്നതും കേതുവേ നമ എന്ന് ജപിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടാനും അല്ലെ സമാധാനത്തിൽ ഇരിക്കാനും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ആയുസ് തന്നിട്ടുണ്ട് ജീവിക്കാനും ഒക്കെയുള്ള അനുഗ്രഹങ്ങൾ ആ സമയത്ത് ലഭിക്കുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാ കാര്യങ്ങളിലും ഒരു ക്ഷമയും പുലർത്തുക. ഭരണി നക്ഷത്രക്കാര്, ദേവിയുടെ അനുഗ്രഹം വളരെയുള്ള നക്ഷത്രമാണ്. കുംഭഭരണി, മംഗലൂർ ഭരണി, അങ്ങനെയൊക്കെയും ആ ഭരണി ഇപ്പം ദേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രമാണ്. അപ്പം അമ്മയുടെ ആ കോപവും താപവും ദേഷ്യവും ഒക്കെ നിങ്ങളിൽ കാണും, മുൻകോപം കാണും. പക്ഷെ എന്നാലും സത്യസന്ധതയും നന്മയും ഹൃദയത്തെ സൂക്ഷിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാര്. ആനയാണ് മൃഗം. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ലെന്നാണല്ലോ, അതുപോലെയാണ് ഭരണിക്കാരുടെ കാര്യവും. അവർക്ക് അവരുടേതായ പല കഴിവുകളുണ്ട്, പക്ഷെ ഒന്നും അവർക്ക് അങ്ങോട്ട് അവര് അതൊന്നും വില കൽപ്പിക്കത്തില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ഷമയും വേണം. നല്ലത് വരട്ടെ, നന്മ വരട്ടെ, എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും എല്ലാവിധ ഉയർച്ചകളും ശ്രേഷ്ഠമായ എല്ലാ അനുഗ്രഹങ്ങളും ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം കാർത്തിക നക്ഷത്രമായി നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.